എല്ലാവർക്കും നമസ്കാരമായ സ്റ്റാറിലേക്ക് സ്വാഗതം. ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ചിങ്ങം 2024 മുതൽ അടുത്ത ചിങ്ങം 2025 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ചിങ്ങം 2024 മുതൽ 2025 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം നമുക്ക് എങ്ങനെയാണ് എന്ന് നോക്കാം. Joy, inner knowing, wholeness, sustenance, protection, openness. ഉത്രാടം നക്ഷത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷത്തിന്റെ തുടക്കം വളരെ ശുഭമായിട്ടുള്ള കാര്യങ്ങളുമായിട്ടുള്ള ഒരു സന്തോഷ വാർത്തകൾ, ശുഭസൂചകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു വർഷമാണ്. ദൈവാനുഗ്രഹം വേണ്ടുവോളം ഒരു സമയമായതുകൊണ്ട് പല കാര്യങ്ങളും ആഗ്രഹിച്ച പോലെ നടക്കാൻ സാധ്യതകളുള്ള ഒരു വർഷമാണ്. പല കാര്യങ്ങളും ആഗ്രഹിച്ച പോലെ നടക്കുക എന്ന് പറയുമ്പോൾ അതിന് വേണ്ടുന്ന സ്റ്റെപ്സ്, അതിന് വേണ്ടുന്ന ആക്ഷൻ എടുക്കുകയാണെങ്കിൽ വ്യക്തമായിട്ടും അതിന് നിങ്ങൾക്ക് ശരിയായിട്ടുള്ളൊരു ഫലം തന്നെ ലഭിക്കുന്ന സമയമാണ്. അതായത് നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുകയാണെങ്കിൽ തടസ്സങ്ങളൊന്നുമില്ലാതെ, അതായത് നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ട് എങ്കിൽ ഗണപതി ഭഗവാൻ അതെല്ലാം നീക്കി അകറ്റി നിങ്ങളെ തടസ്സങ്ങളൊക്കെ മാറ്റി നിങ്ങളുടെ കാര്യസാധ്യതയിലേക്ക് പ്രത്യേകിച്ച് എത്തിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു വർഷക്കാലം നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് മടിപിടിച്ചിരിക്കാതെ പ്രവർത്തിക്കുകയാണെങ്കിൽ ആ പ്രവൃത്തിക്കുള്ള ഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു വർഷക്കാലം. അതേപോലെ തന്നെ മറ്റ് പൊതുവിൽ സഹജീവികളോട് സ്നേഹവും കാരുണ്യവും ഒക്കെ കാണിക്കുന്ന ഒരു വർഷം, കൂടുതൽ കാണിക്കുന്ന ഒരു വർഷമായിരിക്കും. അപ്പൊ ഇവിടെ എടുത്തു പറയാനുള്ള ഒരു കാര്യം സഹജീവികളോടുള്ള സ്നേഹവും സഹാനുഭൂതിയും മറ്റുള്ളവരെ കൈയച്ച് സഹായിക്കുന്ന ഒരു സമയവും ഒക്കെയാണ്. ആ ഒരു ചിന്തയൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതും നല്ലത് തന്നെയാണ്. പക്ഷെ സ്വന്തം കാര്യങ്ങൾ കൂടിയിട്ട് നോക്കുക. പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ സാമൂഹ്യ സേവനമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ സമൂഹത്തിന് വേണ്ടിയിട്ട്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, സംഘടനയ്ക്ക് വേണ്ടിയിട്ട്, രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട്, പാർട്ടിക്ക് വേണ്ടിയിട്ടൊക്കെ ഒത്തിരി പ്രവർത്തിക്കുന്നുണ്ടാവും. വീട്ടിലെ കാര്യങ്ങൾ മറന്നുകൊണ്ടിട്ട് അതിലേക്ക് പോകാതിരിക്കുക. വീട്ടിലുള്ള കാര്യങ്ങൾ കൂടി നോക്കുക. സമൂഹത്തിനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ സ്വന്തം കാര്യം, സ്വന്തം വീട്ടിലേക്കോ അല്ലെങ്കിൽ സ്വയമേ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ വേണ്ടെന്ന് മാറ്റി വെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഒരു രീതിയാണ് എങ്കിൽ ഈ വർഷം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ മുടങ്ങിപ്പോകുന്നുണ്ട്. അത് മുടങ്ങിപ്പോകുന്നത് നിങ്ങൾക്ക് വലിയൊരു ആഘാതമായിരിക്കും പലതരത്തിലും. എടുത്തു പറയണ ചില കാര്യങ്ങളിൽ വീട്ടിലെ ഇപ്പോൾ പ്രായമായിട്ടുള്ള മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളിലൊക്കെ വിട്ടുവീഴ്ച, മരുന്ന് കാര്യങ്ങൾ, അസുഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക. അത് നാളത്തേക്ക് മാറ്റി വെച്ചിട്ട് മറ്റു കാര്യങ്ങൾ തേടി പോവാതിരിക്കുക. വീട്ടിലെ കുടുംബത്തിലെ കുട്ടികളുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ, വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യാഭ്യാസം സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ആപ്ലിക്കേഷൻസ്, ഡോക്യുമെന്റ്സിന്റെ കാര്യങ്ങളോ, അതല്ല ജോലി സംബന്ധമായിട്ടാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് എങ്കിൽ അതിനെക്കുറിച്ചിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് അപ്പോയിന്റ്മെന്റ്സ് ഒന്നും വിട്ടുകളയാതിരിക്കുക. പിന്നീട് അത് നിങ്ങൾക്ക് പ്രയാസത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വന്നിട്ട് ഇന്നർ നോയിങ് ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു മാസം പൊതുവിൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ താല്പര്യമൊക്കെ കൂടുതലുള്ള സമയമായിരിക്കും. അപ്പോൾ ആത്മീയ വിഷയങ്ങളിൽ, മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, മതപരമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ മതപരമായിട്ടുള്ള എന്തെങ്കിലും സംഘടനയിലൊക്കെ ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പള്ളികളിലോ ക്ഷേത്രങ്ങളിലോ സംബന്ധിക്കുന്ന പല കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയുള്ള സംഘടനകളുടെ ഭാഗമായിട്ടാണെങ്കിലും നിങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കഠിനമായിട്ട് അധ്വാനിക്കുന്നുണ്ട്. അങ്ങനെ സംഘടനയുടെ ചെയ്യുന്ന നല്ല പ്രവൃത്തിയുടെ ഭാഗമായിട്ട് ഏത് തരത്തിലുള്ള സംഘടനയാണെങ്കിലും
ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ പറയാനുള്ള ജോലിയുടെ കാര്യങ്ങൾ, വിദ്യാഭ്യാസ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ടെങ്കിലും ഇടയ്ക്കൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ജോലിയോ വിദ്യാഭ്യാസമോ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളോ മാറ്റി വെക്കുന്നത് പ്രയാസം ഉണ്ടാക്കുന്നു എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ കരിയറിലും വിദ്യാഭ്യാസ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണ്. വിദ്യാഭ്യാസ കാര്യത്തിൽ എടുത്ത് പറയാനാണെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ, അതായത് ഇപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതുന്നവരാണെങ്കിലും ആപ്ലിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ പ്രത്യേകം അതിന് വേണ്ടുന്ന ശ്രദ്ധ കൃത്യമായിട്ട് കൊടുക്കുക, പഠിക്കേണ്ടത് കൃത്യമായിട്ട് പഠിക്കുക. ഉഴപ്പി നിന്നതുകൊണ്ട് ഇപ്പോൾ ദൈവാനുഗ്രഹം ഉള്ള സാഹചര്യമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൂടി നിങ്ങളുടെ പ്രവൃത്തി നിങ്ങൾ ചെയ്യാത്തിരിക്കുന്നിടത്തോളം ആ ഒരു ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. നിങ്ങളെ അതായത് സ്വയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കുറച്ച് കർത്തവ്യങ്ങളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ വിട്ടുകളയാതെ പോവുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. വിവാഹ ഇത്യാദി കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന സമയമാണ് ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു വിവാഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് പോവുക. ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറയുന്ന ചില ആളുകൾ, അല്ലെങ്കിൽ വിവാഹമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നില്ല എന്നൊക്കെ തീരുമാനമെടുത്തിട്ടുള്ള ചില ആളുകളെ സംബന്ധിച്ച് വിവാഹത്തിലേക്ക് പോകുന്ന ഒരു തീരുമാനം, അതായത് വിവാഹം കഴിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പോകുന്നുണ്ട്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിന് സാധ്യതയുള്ള ഒരു വർഷമാണ്. അപ്പോൾ വിവാഹാലോചന നടന്നുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് ഈ ഒരു വർഷം വിവാഹം നടക്കാനുള്ള ഒരു സാഹചര്യം ഈ ഒരു വർഷക്കാലം നിങ്ങളെ സംബന്ധിച്ച് കാണിക്കുന്നുണ്ട്. കുട്ടികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഉള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ച് കുട്ടികളുമായിട്ട് ചേർന്ന് സമയം ചെലവഴിക്കാൻ പറ്റുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സമയം കാണിക്കുന്നുണ്ട്. അതേപോലെ ചെറിയ കുട്ടികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇപ്പോൾ ഡേ കെയറിൽ ജോലി ചെയ്യുന്നവർ, ചെറിയ കുട്ടികളുടെ സ്കൂളിൽ ജോലി ചെയ്യുന്നവർ, കുട്ടികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിത്യേന അവരുമായിട്ട് സംസാരിക്കുന്ന തരത്തിലുള്ള ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം വളരെ നല്ലതാണ്. പിന്നെ ഇങ്ങനെയുള്ള ജോലി ചെയ്യാത്തവരാണോ എങ്കിലും നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന അടുപ്പമുള്ള ആർക്കെങ്കിലും കുട്ടികളുമായിട്ട് ഒത്തിരി നിങ്ങൾ സമയം ചെലവഴിക്കുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. കുട്ടികളുടെ കളിച്ചിരികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ചില ആളുകൾക്ക് വിവാഹം ഈ ഒരു വർഷം നടക്കുന്നതായിരിക്കും. പെട്ടെന്ന് തന്നെ കുട്ടികൾ ഉണ്ടാകുന്ന സിറ്റുവേഷൻ ആയിരിക്കും ഈ ഒരു വർഷം തുടക്കത്തിൽ തന്നെ വിവാഹ സാധ്യതകൾ കാണിക്കുന്നു എന്നുള്ളത്. അതേപോലെ സസ്റ്റൈനൻസ് എനർജിയാണ്. ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൂടാതെ പലരും ജോലിക്ക് അപ്പുറത്തേക്ക് മറ്റൊരു ബിസിനസ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ സാമ്പത്തികമായിട്ട് മുന്നേറാൻ വേണ്ടുന്ന ഒരു തരത്തിൽ ജീവിതത്തിൽ മുന്നേറുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ലൈഫിൽ നിങ്ങൾ കുറച്ചുകൂടി ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നതായി. ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ജോലി ഉണ്ട്, ആ ജോലിയായിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ടാവും. പക്ഷെ അത് കൂടാതെ കുറച്ചും കൂടി നിങ്ങൾ ഉയർച്ച ഉണ്ടാകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും ജീവിതത്തിൽ. അപ്പോൾ സൈഡായിട്ട് എന്തെങ്കിലും ബിസിനസ്സോ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുന്ന ഒരു വർഷമാണ്. അത് നല്ല രീതിയിൽ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം വലിയ റിസ്ക് ഉള്ള ഇൻവെസ്റ്റ്മെന്റ് ഒന്നും അല്ലാതെ മ്യൂച്വൽ ഫണ്ടിലോ വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ്, ഷെയർ ട്രേഡിംഗ്, ചെറിയ രീതിയിലുള്ള റിസ്ക് എടുക്കുന്ന തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് പ്രൊട്ടക്ഷൻ എനർജിയാണ്. അപ്പോ ഇതും സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ലൈഫിൽ പലതും നിങ്ങളുടെ സംരക്ഷണം ആ ഒരു പ്രപഞ്ചശക്തി ഏറ്റെടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ പലയിടത്തും നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അല്ലെങ്കിൽ ചിന്തിക്കുന്ന സമയത്ത് നഷ്ടപ്പെട്ടു, ഇനിയൊന്നും തിരിച്ചൊരിക്കലും അത് ലഭിക്കില്ല, ഇനി ഇതെനിക്ക് ലഭിക്കില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾ നേടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ജോലിയായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ഏജ് ഓവർ ആവാൻ പോകുന്നുണ്ടാവും, സർക്കാർ ജോലിയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിൽ, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാൻ ആ ഒരു പ്രായം കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അതിനുവേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, ശ്രമിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് ആ ഒരു ടൈം ലിമിറ്റ് കഴിയുന്നു അതിൻ്റെ അപ്പുറത്തേക്ക്. എന്നിരുന്നാലും അതിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എന്തൊരു കാര്യത്തിലും അതായത് നെഗറ്റീവില് കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക. കാര്യങ്ങളൊക്കെ അവസാന നിമിഷം നടക്കുന്ന സമയമാണ് ഈ ഒരു വർഷം. അതേപോലെ ഓപ്പൺനെസ് ആണ് ലൈഫിൽ പറയുകയാണെങ്കിൽ. ജീവിതത്തെ സംബന്ധിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തേർഡ് ഐ ചക്ര ബാലൻസ് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ലൈഫ് എന്താണോ, എവിടെയാണോ, എങ്ങനെയാണോ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് അത് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സമയം കൂടിയിട്ടാണ്. പിന്നെ വളരെ നല്ല ഒരു
സൗഹൃദങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന സമയമാണ്. സംഭാഷണം വളരെയധികം, അതായത് വാക്ചാതുര്യം വളരെ കൂടുതലാണ്. ഏതൊരാളെയും പറഞ്ഞ വരുതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സമയമായതുകൊണ്ട് തന്നെ സംസാരം, അതായത് കമ്മ്യൂണിക്കേഷനായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ജോലി, ഇപ്പൊ പ്രസംഗമൊക്കെ, ഇപ്പൊ പൊളിറ്റിക്സിലൊക്കെയാണ്, അല്ലെങ്കിൽ സോഷ്യൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ, സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി സംസാരിക്കേണ്ടി വരും, മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസംഗിക്കേണ്ടി വരും. ഇപ്പോൾ കോൺഫറൻസ്, ഇപ്പോൾ ലെക്ചർ, പ്രൊഫസേഴ്സ്, അതുപോലുള്ള ജോലിയിൽ സെയിൽസിൽ ജോലിയുള്ളവരൊക്കെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അതേപോലെ കുടുംബ അന്തരീക്ഷത്തിലും ചുറ്റുപാടിലും നല്ലൊരു അന്തരീക്ഷം, കാരണം ഏതൊരാളെയും പറഞ്ഞ് നിങ്ങളുടെ വരുതിക്ക് വരുത്താൻ പറ്റുന്നത് കൊണ്ട് അങ്ങനെ ഒരു കഴിവ് നിങ്ങൾക്ക് പ്രത്യേകം കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു വർഷം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.